നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് സ്വാഗതം. മുള്ളുകൈനി, മുക്കൈനി, മുള്ളുവേങ്ങ തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന കൈനിയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിൽ പരിചയപ്പെടുത്തുന്നത്. യൂഫോർബേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബിഡേലിയ ഐറ എന്നതാണ്. ദക്ഷിണേന്ത്യയിലെ ഇലപൊഴിക്കും വനങ്ങളിലും 3500 അടി ഉയരമുള്ള പ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് കൈനി. ഇതിൻ്റെ കാണ്ഡത്തിലും തടിയിലും ഇളം പ്രായത്തിൽ മുതൽ തന്നെ കൂർത്ത ആണി കണക്കിയുള്ള മുള്ളുകൾ കാണപ്പെടുന്നു. തടി ചാരനിറത്തിലോ തവിട്ട് നിറത്തിലോ ആണ് കാണപ്പെടുന്നത്. ഇലകൾ ദീർഘാകൃതിയിൽ ഏകദേശം 15 സെൻറ്റിമീറ്ററോളം നീളത്തിൽ കാണപ്പെടുന്നു. ഇലയുടെ അഗ്രഭാഗങ്ങൾ വളരെ കൂർത്തതുമായിരിക്കും. ഇലകളിൽ സമാന്തരമായി 20 ജോഡിയോളം നേർത്ത ഞരമ്പുകളും കാണപ്പെടാറുണ്ട്. സാമാന്യം ബലവും ഉറപ്പുമുള്ള ഇതിൻ്റെ തടിയെ ഫർണിച്ചറുകൾ ഉണ്ടാക്കുവാനും ഗൃഹോപകരണ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു. ഏകദേശം മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ളതാണ് ഇതിൻ്റെ പുഷ്പിതകാലം. മഞ്ഞ നിറത്തിലാണ് ഇതിൻ്റെ പുഷ്പങ്ങൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ വേരും തൊലിയും ഗ്രാഹ്യമാണ്. ഇതിൻ്റെ പെൺപൂക്കൾക്ക് ആൺപൂക്കളേക്കാൾ വലിപ്പം കൂടുതലാണ്. മഞ്ഞ നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇതിൻ്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് ചെവിവേദനയ്ക്കും അതുപോലെ അതിസാരത്തിനും വളരെ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ തൊലി അരച്ച് മുറിവിനുമേൽ പുരട്ടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി നീർ പാമ്പു വിഷത്തിനും ഉത്തമ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ബീറ്റാ സൈറ്റോസ്റ്റിറോൾ, ഗാലിക് ആസിഡ്, കീറ്റോൺ തുടങ്ങിയവ ഇതിലെ പ്രധാന രാസഘടകങ്ങളാണ്. ഇതിൻ്റെ തൊലി അരച്ച് എള്ളെണ്ണ കൂട്ടി വാതരോഗത്തിന് ഔഷധമായി ലേപനത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ കാലിത്തീറ്റയായിട്ടും ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. കൈനി ഒരു സാധാരണ കാണുന്നൊരു ചെടിയാണ്. ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രയോഗം എന്താ വെച്ചാൽ ഈ വാതരോഗത്തിന് ഇതിൻ്റെ കഷായം വെച്ചിട്ട് ഞങ്ങൾക്ക് ധാരം ചെയ്യും. മിക്കവാറും ഈ മുട്ടുവേദന, അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ചിക്കൻ ഗുനിയൊക്കെ ഉണ്ടായിട്ട് മേലുവേദന ഉണ്ടാകുന്നത് ഇത് ഞങ്ങൾ ഔഷധമായിട്ട് പ്രയോഗിക്കും. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ ധാര ചെയ്യാൻ പറയും. അതുപോലെ വാതരോഗത്തിന് അതിട്ട് ധാര ചെയ്യാൻ വേണമെങ്കിൽ ലേശം മേൽ ധാന്യം തൈലവും ചേർക്കും. പെട്ടെന്ന് തന്നെ എൻ്റെ വേദന കുറയും. പിന്നെ ഈ അതിനിടെ ഇല, ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിനിടെ ഇല അരച്ചവിടെ തേക്കും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വേദന കുറയും. പിന്നെ ഈ ചെവി വേദനയ്ക്ക് ഇതിൻ്റെ ഈ സ്വരസം എടുത്ത് വേണമെങ്കിൽ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ വേദന കുറച്ച് കുറയും. പിന്നെ ഈ മുറിവിൽ ഇതിൻ്റെ കൽക്കമാക്കിയിട്ട് ഈ പേസ്റ്റ് ആക്കിയിട്ട് വെച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ മുറി പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെയൊക്കെ അത്ഭുതമായ ഫലമുണ്ട് ഇതിന്.